ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസഭയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് അടിയനെയും എൻ്റെ ദൈവം പങ്കാളിയാക്കിയതിനോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വായിക്കേണ്ട തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ വചനഭാഗത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചന ഭാഗങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവേ, തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായി ബൈബിൾ പ്രസ്താവിച്ചിട്ടുള്ള ബെരോവയിലുള്ള വിശ്വാസികളെപ്പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് സംഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ തിരുവചനം ഗ്രഹിക്കേണ്ടതിനും അനുസരിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരം കർത്താവെ അവിടുത്തെ മഹത്വത്തിനായി തന്നെ വിനിയോഗിക്കുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കാത്ത ഒരു വാക്കുപോലും അടിയൻ്റെ വായിൽ നിന്ന് വരാതെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ. വഞ്ചനപ്പെടാതിരിപ്പിൻ, അതായത് വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് വേറൊരു തർജ്ജമ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. അതായത് ദൈവത്തെ പറ്റിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും ദൈവത്തെ പറ്റിക്കണം, കബളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലവും ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് വേണം ദൈവത്തെ പറ്റിപ്പിക്കുവാനും കബളിപ്പിക്കുവാനും തയ്യാറാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മുടെ ഈ ചെറിയൊരു ജീവിതം ഒരു വിളനിലമാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആ വിളനിലത്തിലേക്കുള്ള ഒരു വിതയാണ്. ഈ വിത ഒരു വിതക്കാരനെ സംബന്ധിച്ച് തൻ്റെ വിളനിലത്തിലേക്ക് വിതയ്ക്കുമ്പോൾ ആ വിതച്ചതിനെ വളർത്തിയെടുക്കേണ്ടതും ആ കൊയ്ത്തോളം വരെ അതിനെ പരിപാലിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു കൃഷിക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് വിളനിലമായ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ അന്ത്യത്തിലേക്കുള്ളൊരു കൊയ്ത്തിനായി. അന്ത്യം എപ്പോഴാണ്? അന്ത്യം അതിൻ്റെ താഴെ ഭാഗത്ത് പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയം എപ്പോഴാണ്? തക്ക സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആയുസ്, അതിൻ്റെ അവസാനം വരെ. അതിന് ശേഷമാകും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ നാം നന്മ വേണമെങ്കിൽ ചെയ്യാം, തിന്മ വേണമെങ്കിൽ ചെയ്യാം, ജഡത്തിൽ വേണമെങ്കിൽ വിതയ്ക്കാം, ആത്മാവിൽ വേണമെങ്കിൽ വിതയ്ക്കാം. ഇതിൻ്റെ ഒക്കെ പ്രതിഫലം കൈപ്പറ്റാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ളവരല്ല, എൻ്റെ ചുറ്റിലുമുള്ളവരല്ല, അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് മറ്റൊരാളല്ല, അത് ഇന്ന് ഈ വചനം ദൈവസന്നിധിയിലിരുന്ന് കേൾക്കുന്ന ഓരോ ദൈവമക്കളുമാണെന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജഡത്തിൽ
വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമുക്കറിയാം 5-ാം അധ്യായത്തിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിൻ്റെ പ്രവണതകൾ. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ആത്മാവിൻ്റെ ഫലം, ആത്മാവിൽ ജീവിക്കുന്നവൻ്റെ പ്രവർത്തന രീതികൾ. 5-ാം അധ്യായം 19 മുതൽ ജഡത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ 15 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. 15 കൂട്ടം വിത്തുകളുണ്ട്. ഇതിൽ ഏത് വിത്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം നമ്മളല്ലേ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നു, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ആഹാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ഉണ്ടാക്കി കഴിക്കുന്നു, എൻ്റെ ആരോഗ്യം ഞാൻ വർദ്ധിപ്പിക്കുന്നു, എൻ്റെ സമയങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു. അതെങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള അവകാശം എനിക്കുണ്ട്. അവകാശം ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. ഇവിടെ ആരെ കുറിച്ച് പറഞ്ഞത്? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു അവകാശമാണ് എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ സംബന്ധിച്ച് ദൈവം കൊടുത്തിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. ഒരു റിമോട്ട് ഇട്ട് കഴിഞ്ഞാൽ, റിമോട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇംഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും യന്ത്രപ്രാവകളല്ല മനുഷ്യൻ. തൻ്റെ സ്വയബുദ്ധിക്ക് അനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരവും ദൈവം നമ്മുടെ ഈ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ 15 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ പ്രവൃത്തികൾ ഒരു 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഏത് വിതയ്ക്കണം, എന്താണ് നമുക്ക് കൊയ്യേണ്ടത് എന്നുള്ള ലക്ഷ്യമാണ് എന്ത് വിതയ്ക്കണമെന്നത്. ഇപ്പം നമ്മൾ നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ പറ്റും? നമുക്ക് ഇല്ല. ഗോതമ്പ് കൊയ്യണമെങ്കിൽ ഗോതമ്പിൻ്റെ വിത്ത് തന്നെ വിതയ്ക്കണം. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളം വിളവെടുക്കണമെങ്കിൽ നമ്മൾ കുമ്പളത്തിൻ്റെ വിത്ത് തന്നെ കുത്തണം. മത്തയുടെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് കുമ്പളം വിളവെടുക്കാൻ പറ്റില്ല. അപ്പം എന്തിൻ്റെ വിളവാണോ നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ചുള്ള വിതയാണ് നാം വിതയ്ക്കേണ്ടത്. വിളവാണ് വിതയെ തീരുമാനിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പം പറഞ്ഞ് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവം നമുക്ക് നൽകിയ ഈ ആയുസ്സിൽ ദൈവത്തിൻ്റെ നന്മ ചെയ്യുവാനും ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം നാം വിതയ്ക്കേണ്ടത് ആത്മാവിൻ്റെ വിത്തുകളായിരിക്കണം, അല്ലാതെ ജഡത്തിൻ്റെ വിത്തുകളായിരിക്കരുത്. ഒരു ഉദാഹരണം പറയാം, ഉദാഹരണം മാത്രം. 15 കൂട്ടം കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിൽ അതിൽ പക, ക്രോധം. ഈ പക നമ്മളിൽ വെച്ച് പുലർത്തി ആ പകയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യണം? ഇത്തിരി ദയ. ആ പക മാറ്റി, മറ്റുള്ളവരോടുള്ള പക മാറ്റി, ആ പക പിൻവലിച്ച് ഇത്തിരി ദയ വിതയ്ക്കാമോ? എന്തു ചെയ്യും? ആ ദയ നമുക്ക് നമ്മുടെ കൊയ്ത്ത് സമയത്ത് ലഭിക്കും. പിന്നെ ക്രോധം. നമ്മുടെ ഈ ക്രോധം ഒന്ന് മാറ്റി ക്ഷമ വിതയ്ക്കാമോ? ദീർഘക്ഷമ വിതച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊയ്യാതെ. നമ്മൾ ക്രോധവും പകയും പിണക്കവും വൈരാഗ്യവും വെറിക്കൂത്തും മദ്യപാനവും മധുരോത്സവവും ദുർനടപ്പും ഒക്കെ വിതച്ചു കഴിഞ്ഞാൽ നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അതിനാണെങ്കിൽ നമുക്ക് ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ഞായറാഴ്ച ഒന്നും ഇതിനുവേണ്ടി ഇവിടെ വന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് മഴയെ അവഗണിച്ച് ഒക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളിവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ദൈവ കൂട്ടായ്മ ആചരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് നിത്യനാശം കൊയ്യാനല്ലല്ലോ, നിത്യജീവനെ കൊയ്യാനാണല്ലോ. അല്ല, അതല്ല നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് പകരം ആത്മാവിൻ്റെ ഫലം, സ്നേഹം തുടങ്ങി 9 കൂട്ടം കാര്യങ്ങൾ നാം വിതയ്ക്കുകയാണെങ്കിൽ നമുക്കത് കൊയ്യാം. പ്രശ്നമില്ല. എന്നാൽ ഈ സമയമൊക്കെയും നമുക്കത് നടുവാനും നനയ്ക്കുവാനും വളർത്തുവാനുമുള്ള സമയമാണ്. നമുക്കൊരു ജീവിതമുള്ളൂ, ഒരു ജന്മം 7 നമുക്കുള്ളൂ. നമുക്ക് പല ജന്മങ്ങളുണ്ടോ? 7 ജന്മങ്ങളോ 9 ജന്മങ്ങളോ നമുക്കില്ല. നമുക്ക് ആകെ ഒരു ജന്മമുള്ളൂ. ഈ ജന്മത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ നാം എന്ത് നടുന്നുവോ നനയ്ക്കുന്നുവോ വളർത്തുന്നുവോ അതിനനുസരിച്ചുള്ള കൊയ്ത്താകും നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിൽ നാം വിതയ്ക്കുകയാണെങ്കിൽ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ നാം വിതയ്ക്കുകയാണെങ്കിൽ ജഡത്തിൽ നാം നിത്യനാശം കൊയ്യുമെന്നുള്ളത് തിരുസഭയെ ദൈവത്തിൻ്റെ വചനഭാഗത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ഇനി നമുക്ക് എടുക്കേണ്ടത് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം. നമ്മളിന്ന് ഒന്നാമത്തെ പാട്ടിൽ പാടി അതിൻ്റെ വരികൾ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കട്ടെ. അത് ഭാഗം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ഇതാരാ പറഞ്ഞേ? യേശു കർത്താവ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് വെളിപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിനെന്നുള്ള വാക്കുകളാണ് ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ എഴുതി വച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. ഇത് രണ്ടും ഒരേ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാ, അഴുക്കുള്ളവനും അനീതിയുള്ളവനൊക്കെ. എന്നാൽ നീതിമാനും വിശുദ്ധനും ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഒരു വിശുദ്ധന് മാത്രം നീതി ചെയ്യാൻ സാധിക്കുള്ളൂ, നീതിമാന് മാത്രമേ ഒരു വിശുദ്ധനായിരിക്കാൻ സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എവിടെ ഉണ്ടാകും? ഈ ലോകത്തിലുണ്ടാവും. അതെല്ലായിടത്തും ഈ രണ്ട് തരം ആൾക്കാരും ഉണ്ടാകും. നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അന്ത്യകാലത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിലൂടെ ദാനിയേൽ പ്രവചിക്കുമ്പോൾ ഒരു കാര്യം അവിടെ ദാനിയേലിന് വെളിപ്പെട്ടു. ദാനിയേലിനോട് ദൈവം സംസാരിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം. പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 9 മുതലുള്ള വാക്യങ്ങൾ. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അന്ത്യകാലത്തേക്കുള്ള ദൈവത്തിന് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ദാനിയേൽ പ്രവാചകന് കിട്ടിയപ്പോൾ ദാനിയേൽ പ്രവാചകനോട് ആര് പറഞ്ഞു? ദൈവമായ യഹോവ പറഞ്ഞു, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അന്ത്യകാലത്തേക്കുള്ളത് ഇപ്പോൾ ഇക്കാലത്തേക്കുള്ളതല്ല, അന്ത്യകാലത്തേക്കുള്ളതാണ്. 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറഞ്ഞ എന്താണ്? ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. കാരണം അന്ത്യകാലമായി. ഇനി മറ്റൊരു കാലഘട്ടത്തേക്ക് ഇത് മാറ്റിവെക്കാനില്ല, അന്ത്യകാലമായി. അപ്പൊ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള ദുഷ്ടത പ്രവർത്തിക്കും, നീതിമാൻ നീതി ചെയ്യും എന്നുള്ളത് അത് അന്ത്യകാലത്തേക്കുള്ള കാര്യമായതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ദുഷ്ടത പ്രവർത്തിക്കാതിരിക്കേണ്ടതിന്, നീതിമാൻ നീതിയിൽ തുടരേണ്ടതിന് ആവശ്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ദൈവവചനത്തിൽ ഉള്ളതുകൊണ്ട് കാലാകാലങ്ങളിൽ ദൈവം മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് തക്ക സമയത്ത് തൻ്റെ ദാസന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവജ്ഞാനത്തിനായി ദൈവം മുമ്പാകെ ഇരിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ആ വെളിപ്പെടുത്തൽ പ്രകാരം അത് തിരിച്ചറിഞ്ഞ് തന്നെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധനായും നീതിമാനുമായി ജീവിക്കേണ്ടത് ദൈവം ഒരു അവസരം മനുഷ്യനൊരുക്കിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനിലൂടെ അനേകരെ നിർമ്മലീകരിക്കുവാനും നീതിമാന്മാരാക്കുവാനും വിശുദ്ധന്മാരാക്കുവാനും ദൈവം മുന്നമേ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ അയച്ചു. പാപത്തിൽ തുടരുന്ന, പാപത്തിൽ മുഴുകിയ മാനവജാതിയുടെ അടുക്കലേക്ക് നീതിമാനുമായ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീരുന്നിരിക്കുന്ന സമയത്ത് തൻ്റെ പുത്രനെ മനുഷ്യ ശരീരത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇനി ഭൂമിയിലേക്ക് അയച്ചിട്ട് മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി.
ഇല്ലേ? തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ദൈവം രക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിയോ? നടത്തി. എന്തിനു വേണ്ടിയിട്ട്? പാപികളായ നമ്മെ നീതിമാന്മാരാക്കേണ്ടതിന് വേണ്ടി, അശുദ്ധരായ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി, ദുഷ്ടരായ നമ്മെ നീതി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. ആ കാലഘട്ടം അന്ത്യകാലഘട്ടം. ഇത് അന്ത്യകാലമാണ്, അന്ത്യസമയമായിട്ടില്ല. അന്ത്യസമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്തിന് ഒരു അന്ത്യസമയമുണ്ട്. ആ അന്ത്യസമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എപ്പോഴാണ്, ഏത് ദിവസമാണ്, ഏത് വർഷമാണ്, ഏത് സമയമാണ് എന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇത് അന്ത്യകാലമാണെന്ന് പറയുന്നു. അങ്ങനെ മാനവജാതിയെ തങ്ങളുടെ അകൃത്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുത്തുകൊണ്ട് വിശുദ്ധനാക്കി നീതിമാന്മാരാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം അർപ്പിച്ച ആ അർപ്പണമുണ്ടല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ ആദരിക്കാതെ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഏൽപ്പിച്ചത്. എന്നിട്ടും ദുഷ്ടരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദുഷ്ടരുണ്ടോ? ഈ കാലഘട്ടത്തിലും അകൃത്യം പ്രവർത്തിക്കുന്നവരുണ്ടോ? അനീതി പ്രവർത്തിക്കുന്നവരുണ്ടോ? ഉണ്ട്. അതേസമയം നീതിമാന്മാരില്ലേ? അന്ന് പറഞ്ഞു ദാനിയേൽ പ്രവചനത്തിലൂടെ ദുഷ്ട പ്രവർത്തിക്കും. എന്നാൽ കർത്താവ് ഒരുക്കിയ രക്ഷാകരമായ പദ്ധതിയെ അവഗണിച്ചുകൊണ്ടും മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിക്കുന്നു. അങ്ങനെ കർത്താവ് പറയുകയാണ് അവസാന കാലഘട്ടത്തിൽ. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്ത ആ പ്രവചന പുസ്തകത്തിൽ പറയുകയാണ്, ദുഷ്ടൻ ഇനി ദുഷ്ടത ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അതേസമയം നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കും. അതിൽ തുടരണം. ഞാൻ പറഞ്ഞ അതിൽ തുടരണം. ദൈവത്തിൻ്റെ വഴികളിൽ, ദൈവത്തിൻ്റെ നീതിമാർഗത്തിൽ നാം തുടരുമ്പോൾ നമ്മുടെ ഇടത്താര്, നമ്മുടെ വലത്താര് എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മെ ദൈവം അറിയിച്ച ആ സത്യങ്ങളിൽ നിലനിന്നുകൊണ്ട്, ദൈവം നമ്മെ അറിയിച്ച ആ നീതിമാർഗങ്ങൾ പിന്തുടർന്നുകൊണ്ട്, എൻ്റെ ഇടത്തുള്ളവൻ എങ്ങനെയുള്ളവനാണോ, എൻ്റെ വലത്തുള്ളവൻ എങ്ങനെയാണോ എന്ന് പോലും ചിന്തിക്കാൻ എനിക്ക് അവസരം നൽകാത്ത രീതിയിൽ ദൈവം പ്രസ്താവിക്കുകയാണ്, നീ നീതിമാനാണെങ്കിൽ ഇനിയും നീതി ചെയ്യും, നീ വിശുദ്ധനാണെങ്കിൽ ഇനിയും വിശുദ്ധിയിലേക്ക് വളരുക. ദുഷ്ടന്മാര് അവർ ദുഷ്ട ചെയ്യും. കാരണം അഴുക്കുള്ളവനും അനീതി ചെയ്യുന്നവനും അഴുക്കുള്ളവനും ഒരു കാറ്റഗറിയിൽ പെട്ടവനാണെന്ന് പറയുന്നത്. അപ്പൊ അവരത് ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവം പറയുന്നു, ദൈവം പോലും പരാജയപ്പെട്ട കാര്യമാണ്. എന്ത്? ദൈവം പദ്ധതി ഒരുക്കി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നായിരുന്നു അവിടുത്തെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയത്. പക്ഷെ എന്ത് ചെയ്യുക? എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റുമോ? ദൈവത്തിന് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എല്ലാവരും ഒരുപോലെ മാനവജാതി ഒന്നടങ്കം രക്ഷപ്പെടുമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നുമില്ല. എന്ത് സംഭവിക്കുക? അപ്പോൾ അഴുക്കുള്ളവനും അനീതി ജീവനും ഉള്ള സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നീതി ചെയ്യാം, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം. അതിന് മറ്റുള്ളവരുടെ നോക്കി നമുക്കങ്ങനെ മനം മടുക്കേണ്ട കാര്യമോ നിരുത്സാഹരാവേണ്ട കാര്യമില്ല. നമുക്ക് നീതി ചെയ്യാന്നേ, നമുക്ക് വിശുദ്ധീകരിക്കാം. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവമുമ്പാകെ ആ നിത്യജീവന്റെ ആ കൊയ്ത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ എന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാ ഈ അനീതി ജീവനും ചെയ്യുന്നവനും ദുഷ്ടത ചെയ്യുന്നവനും എന്തുകൊണ്ടാ ദൈവത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത? എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം തന്നെ എങ്ങനെ നശിക്കാനായിട്ട് കുറെ പേരെ വിടണേ? നമുക്കറിയാം, നമ്മൾ പാപികളാണ് ആയിരുന്നു. നമ്മൾ അഥവാ പാപം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യസ്ഥൻ ദൈവം മുമ്പാകെ ഉണ്ട്. അവനോട് വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ രക്തത്തിൻ്റെ കഴുകൽ കൊണ്ട് നമുക്ക് വിശുദ്ധീകരണം വീണ്ടും പ്രാപിക്കാം. പക്ഷേ ഈ അനീതി ചെയ്യുന്നവനും അഴുക്കുള്ളവനും എന്തുകൊണ്ടാണ് ഇത് പ്രാപിക്കാൻ പറ്റാത്തത്? അവർ ഈ കർത്താവിനെ ആശ്രയിക്കുന്നില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അവർ ആശ്രയിക്കുന്നില്ല. ദൈവത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് അവർക്ക് കടന്നു വരുവാൻ താല്പര്യമില്ല. അവർ തങ്ങളുടെ ഈ അഴുക്കുള്ളവൻ എന്നുള്ള പദമുണ്ടല്ലോ, അഴുക്ക് എന്തുകൊണ്ടാ? പാപം ചെയ്യുന്നവന്, അനീതി ചെയ്യുന്നവന് പാപത്തിന്റെ കറ പറ്റും. കറ അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ കറ പറ്റും. ഈ കറ കഴുകി കളയണമെങ്കിൽ അഴുക്കൊണ്ട് നടക്കുക. ഇപ്പൊ നമ്മുടെ വസ്ത്രത്തിന്
വെള്ളവസ്ത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കും കറയൊക്കെ അഴുക്ക് സാധാരണ ഡിറ്റർജൻ്റൊക്കെ കൊണ്ടൊക്കെ നമുക്ക് കഴുകി കളയാൻ പറ്റും. പക്ഷേ ശരിക്കും കറ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ ആ കറ നീങ്ങി പോവുകയുള്ളൂ. അതിലിത്തിരി കഠിനമായ പരിശ്രമമുണ്ട്. പക്ഷേ ഈ പാപക്കറ കഴുകാൻ ഇവർ തയ്യാറാകുന്നത് ഏതുകൊണ്ടാണ്? ഈ അഴുക്കിനെ കൊണ്ട് തന്നെയാണ് ഇവർ ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അഴുക്ക് കൊണ്ടാണ് ഇവർ അഴുക്കിനെ കഴിയാൻ നോക്കുന്നത്. അതായത് പാപപ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ പാപപ്രവൃത്തിയിൽ നിന്നും മോചനം ലഭിക്കേണ്ടതിനും പാപക്ഷമ ലഭിക്കേണ്ടതിനും ദൈവത്തിലേക്ക് വരുന്നതിന് പകരം അവർ തങ്ങളെ തന്നെ നീതീകരിച്ചുകൊണ്ട്, സ്വയം നീതീകരിച്ചുകൊണ്ട് ആ പാപക്കറ വർദ്ധിപ്പിക്കുന്നതല്ലാതെ ദൈവത്തിൽ നിന്നും ശരിയായൊരു ശുദ്ധീകരണം ലഭിക്കുന്നില്ല ഇവർക്ക്. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 2 തലമുറയെ പറ്റിയാണ് അവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 30-11-12 വാക്യങ്ങളിൽ അത് വായിച്ചോട്ടെ. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അങ്ങനെ ഒരു തലമുറയുണ്ട്. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായ ഒരു തലമുറ. അപ്പൊ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുക. ഇനിയിപ്പോ അഥവാ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിൽ തുടരാനായിട്ട് തങ്ങളെ തന്നെ തങ്ങളുടെ നീതിയിലും തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തികളിലും ആശ്രയിക്കുന്നവന് ഒരു ശുദ്ധീകരണം ഉണ്ടാകില്ല എന്ന് പറയുന്നു. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാൻ പറ്റാത്തവരുമായവരുടെ ഒരു തലമുറ. അങ്ങനെ ഒരു തലമുറ. യിരെമ്യാ പ്രവചനം 4:14 ഒന്ന് വായിച്ചോട്ടെ. യിരെമ്യാ പ്രവചനം 4:14. ദൈവം ഇസ്രായേൽ ജനത്തോട് യെരൂശലേമിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവിടെ വ്യക്തമാക്കുന്നു. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. യെരൂശലേമേ, നീ രക്ഷ പ്രാപിക്കേണ്ടതിന് നിന്റെ ദുഷ്ടത, ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളയണം. എങ്ങനെ കഴുകിക്കളയണം? ദൈവത്താൽ കഴുകപ്പെടണം. ദൈവം ഒരുക്കിയ വഴികളിലൂടെ കഴുകപ്പെടണം. എങ്കിൽ മാത്രമേ അത് വിശുദ്ധിയുള്ളതായി വെണ്മയുള്ളതായി തീരുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ പ്രവചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 16-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. സദൃശവാക്യങ്ങൾ 16:2. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവ വിചാരിക്കുക, എനിക്ക് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല, ഞാൻ 100% പെർഫെക്റ്റാണ്, എനിക്ക് പ്രത്യേകിച്ച് തെറ്റിതിരുത്തേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കൊരു ശുദ്ധീകരണവും ആവശ്യമില്ല എന്ന് ആർക്ക് തോന്നുകയാണ്? ഒരു മനുഷ്യൻ. ഇപ്പം എന്നെ സംബന്ധിച്ച് തോന്നുകയാണെങ്കിൽ എനിക്കങ്ങനെ തോന്നാം. എന്ത്? ഞാനൊരു തെറ്റുകാരനല്ല, ഞാൻ തിരുത്തപ്പെടേണ്ടവനല്ല, തിരുത്തൽ പ്രാപിക്കേണ്ടവനല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിനും ദൈവത്തിൻ്റെ പ്രക്രിയയിലേക്കും ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? ഞാൻ എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ തെറ്റിൽ തുടരും. അപ്പോൾ ദൈവം നോക്കുന്നത് അതല്ല. ദൈവം നോക്കുന്നത് എൻ്റെ തീരുമാനങ്ങളിലേക്കോ എൻ്റെ ജീവിതത്തിലേക്കോ അല്ല. ദൈവം നോക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ്. അങ്ങനെ പറയാണ്, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടുപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ഈ തൂക്കി നോക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ
ഏറ്റക്കുറച്ചിലുകൾ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതാണ് ദൈവം. ഏതിലാണ് നാം മികച്ചവരെന്നും ഏതിലാണ് നാം പരാജയപ്പെട്ടവരെന്നും ഏതിലാണ് നാം വിജയിച്ചവരെന്നും ഏതിലാണ് നാം കുറവുള്ളവരെന്നും യഥാർത്ഥമായി കാണുന്നത് നമ്മുടെ കൂടെയുള്ളവരല്ല, ദൈവമായ കർത്താവാണ് അത് കാണുന്നത്. അതിന് ദൈവം തൂക്കി നോക്കിയ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ദൈവം തൂക്കി നോക്കിയ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അത് ദാനിയേലിന്റെ പുസ്തകത്തിലാണ് അത് പറയപ്പെട്ടിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന് പകരം അവന്റെ മകൻ രാജാവായി വാഴുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനൊരു തോന്നലുണ്ടായി. തൻ്റെ കൊട്ടാരത്തിലെ തൻ്റെ ഭരണസ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും വിളിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരുമായി ഒരു വിരുന്ന് കഴിച്ച് രസിക്കണമെന്നൊരാഗ്രഹം ബേൽഷസർ എന്ന രാജാവിനുണ്ടായി. നെബൂഖദ്നേസറിന്റെ മകൻ ബേൽഷസറിന് ഒരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം അതിന് പ്രകാരം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം തിന്നുകുടിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേം ദേവാലയത്തിൽ നിന്നും വിശുദ്ധ മന്ദിരത്തിൽ നിന്നും കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളിൽ വീഞ്ഞു പകർന്ന് ആ വീഞ്ഞു കുടിച്ച് രസിക്കണമെന്നൊരാഗ്രഹമുണ്ടായപ്പോൾ അവൻ കൽപ്പന കൊടുത്തു. പരിചാരകർ എന്ത് ചെയ്തു? ആ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ എന്ത് ചെയ്തു? അവൻ വീഞ്ഞു കുടിച്ച് തൻ്റെ ഭാര്യമാരോടും വെപ്പാട്ടികളോടും പ്രധാന വ്യക്തികളോടൊപ്പം കൂടെ വീഞ്ഞു കുടിച്ച് രസിച്ചു. മാത്രമല്ല പൊന്നുവെള്ളി തുടങ്ങിയ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയും ആരാധന കഴിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. രാജാവിന് മനസ്സിലായി എന്തോ തനിക്ക് പന്തികേടുള്ള കാര്യമാണ് ആ കൈ എഴുതിയിട്ടുള്ളത്. ആ കൈ ഏതാണെന്നും ആർക്ക് മനസ്സിലായി? ബെൽഷസർ രാജാവിന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എഴുതിയത് എന്താണ്? വെള്ള സ്ഥലത്ത് എഴുതിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടേണ്ടതിന് വേണ്ടി, അത് ഒരിക്കലും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്, ശ്രദ്ധിക്കണമെന്നുള്ള കരുതി എഴുതപ്പെട്ട ആ കാര്യം അവന് മനസ്സിലായില്ല. ഏത് ഭാഷയാണെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്നോ ആർക്കും മനസ്സിലായില്ല. ബെൽഷസർ രാജാവിന് മനസ്സിലായില്ല. അങ്ങനെ രാജാവ് ഇങ്ങനെ തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രശ്നക്കാര്, മന്ത്രവാദികളെ, ഇനി ആൾക്കാരെ, വിവിധ തരത്തിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അതിൻ്റെ അർത്ഥമൊന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ കാര്യമൊന്ന് പറഞ്ഞു കെട്ടി അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന സമ്മാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പലരും പുറപ്പെട്ടു. അവർക്കത് വായിക്കാനോ രാജാവിനെ ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാനിയേലിൻ്റെ ഒരു വർത്താനം, ദാനിയേലിനെ കുറിച്ചുള്ള ഒരു അറിവ് ബെൽഷസർ രാജാവിന് കിട്ടി. തൻ്റെ അപ്പനായ നെബൂഖദ്നേസറിന്റെ കാലത്ത് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ദാനിയേലിനെ കുറിച്ച് ഇവരറിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ദാനിയേലിനെ വരുത്തി. ബെൽഷസർ രാജാവ് ദാനിയേലിനെ വരുത്തി. ദാനിയേല് പറഞ്ഞു, ദാനങ്ങളൊക്കെ അങ്ങേക്ക് തന്നെ ഇരുന്നോട്ടെ, സമ്മാനങ്ങളൊക്കെ മറ്റൊരുത്തിന് കൊടുത്താലും എനിക്ക് സമ്മാനം വേണ്ട. കാരണം എന്നെ ദൈവം ഏൽപ്പിച്ച് പ്രവൃത്തി ചെയ്യേണ്ടതിന് എനിക്ക് മറ്റൊരാളിൽ നിന്നും സമ്മാനം വേണ്ട, എനിക്ക് സമ്മാനം എൻ്റെ ദൈവം തന്നോളും എന്നുള്ള അർത്ഥത്തിൽ ദാനിയേൽ പറഞ്ഞു, സമ്മാനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്താട്ടെ, ദാനങ്ങളെല്ലാം അങ്ങേക്ക് തന്നെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസറിനുണ്ടായ ചില ദുരവസ്ഥകൾ വിവരിച്ചുകൊണ്ട് ആ സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് ദാനിയേൽ കടക്കുകയാണ്. ആ സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് ദാനിയേൽ കടന്നപ്പോൾ എൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊർഫസീൻ, കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് കാര്യത്തിന്റെ അർത്ഥമാവിത്. വായിച്ചോട്ടെ. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ എന്ന് പറഞ്ഞിട്ട് നിർത്തണം.
ഇത് അതിൽ വിടാണ്ട് തുടർന്ന കാരണം ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണം മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യത്വം എണ്ണി എന്ന് പറയുന്ന അർത്ഥം നിന്റെ നാളുകൾ, നിന്റെ രാജ്യത്വത്തിലിരിക്കുന്ന നാളുകൾ ഇത്ര ദിവസം, ഇത്രാം തീയതി, ഇത്ര മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ നിന്റെ കത്തിക്കല് അവസാനിച്ചു. അത് രാജ്യത്വം എണ്ണി. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. തുലാസിൽ നോക്കിയപ്പോൾ ഏറ്റക്കുറച്ചും ദൈവം കണ്ടു. രാജാക്കന്മാരെ വാഴിക്കുന്നു നീക്കുന്നതൊക്കെയും ദൈവമായ കർത്താവാ. അത് ഈ ഭൂമിയുടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോ ആരാവണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ ദൈവമായ കർത്താവിനുണ്ട്. അവന് അസാധ്യമായി ഒന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആരാവണം, അത് എത്ര നാൾ വേണം, എത്ര നാള് ഇനി പുതിയൊരാളെപ്പോ വരണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അവകാശമാർക്കുണ്ട്? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനുണ്ട്. കാരണം സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠ. എത്രമാത്രം ഉന്നതനായ ഒരു രാജാവായാലും ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ആ സ്വപ്ന അല്ലെങ്കിൽ ആ എഴുത്തിന്റെ വ്യാഖ്യാനം മെനെ മെനെ തെക്കലു ഫർസിൻ കാര്യത്തിന്റെ അർത്ഥം മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. രാജ്യത്വം എണ്ണി എപ്പോഴാണ് അവർ രാജ്യത്വം അവസാനിച്ചത്? അതിൻ്റെ തൊട്ടു താഴെ ഏറ്റവും അവസാനത്തെ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാൽ ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസർ കൊല്ലപ്പെട്ടു. ഏത് രാത്രിയില്? ഈ സ്വപ്നം അല്ലെങ്കിൽ ഈ ദർശനം എഴുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്ത ആ രാത്രി തന്നെ ബേൽഷസർ കൊല്ലപ്പെട്ടു. പക്ഷെ ബേൽഷസറിന് ഈ സ്വപ്ന വ്യാഖ്യാനവും അവൻ്റെ കുറവുകളൊക്കെ ദൈവം കണ്ട് നിന്നെ രാജസ്ഥാനത്തൊക്കെ നീക്കി എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ബേൽഷസറിനോട് പറഞ്ഞിരുന്നു. അത് ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞത്? അവൻ്റെ അപ്പൻ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ മഹത്വവും നെബൂഖദ്നേസറിന്റെ കഴിവുമൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അനേകരെ തൻ്റെ മഹത്വത്തിലേക്ക് ആകർഷിക്കാനായിട്ട് പല കാര്യങ്ങൾ. അവൻ നിഗളിയായി തീർന്നു. തൻ്റെ ധനമാഹാത്മ്യവും തൻ്റെ മഹത്വം പ്രതി അവൻ നിഗളിയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിഗളിയായി ഒരു മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് തനി മൃഗത്തിന് തുല്യമാകും. ഒരു മനുഷ്യൻ, ഞാനായിക്കൊള്ളട്ടെ, എനിക്ക് നിഗളം വന്നാൽ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഒരു മൃഗത്തിന് തുല്യമുള്ള മനസ്സുള്ളവനായി തീരും. അങ്ങനെ നെബൂഖദ്നേസർ പുല്ല് തിന്നത്തക്ക രീതിയിൽ, ആകാശത്തിലെ മഴയും മഞ്ഞും കൊള്ളത്തക്ക രീതിയിൽ ഒരു മൃഗ സ്വഭാവത്തിന് തുല്യമായി തീർന്നു എന്നുള്ളൊരു വസ്തുത ആർക്കറിയാം? ബേൽഷസർ രാജാവിനറിയാം. അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അവന്റെ മകനായ ബേൽഷസറേ, ഏതൊക്കെയും അറിഞ്ഞിട്ടും തൻ്റെ അപ്പനായ നെബൂഖദ്നേസറിന് ഭവിച്ച ഈ ദുരവസ്ഥകളൊക്കെയും നിനക്കറിഞ്ഞിട്ടും നിന്റെ അപ്പൻ നിഗളം കൊണ്ട് താഴ്ത്തപ്പെട്ട് മൃഗസ്വഭാവത്തിന് തുല്യമായി പുല്ല് തിന്നേണ്ട അവസ്ഥ വരെ വന്നിട്ടും അപ്പന്റെ അന്ത്യം മനസ്സിലാക്കിയ ബേൽഷസറേ, ഇതൊക്കെ നീ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ ഉയർത്തിയും കൊണ്ട് നിഗളിച്ചും കൊണ്ട് സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ചെയ്ത തെറ്റ്, ആ വിരുന്ന് ദിവസം അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ അപ്പന് സംഭവിച്ച കാര്യം, ആ ദുരവസ്ഥ നിനക്കറിയാമായിരുന്നിട്ടും ആ നിഗളത്തെ താഴ്ത്താതെ ദൈവമായ സ്വർഗസ്ഥനന്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തെ താഴ്ത്താതെ നീ ജീവിച്ചത് കൊണ്ട് അവനോട് അതിക്രമം വർദ്ധിച്ചു വന്ന് നീ നാശത്തിന്റെ വക്കിലെത്തിയത് കൊണ്ട്, അതുകൊണ്ടാണ് ബേൽഷസറേ ഈ തിരുവെഴുത്ത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാക്കളെ തൂക്കി നോക്കുന്നത്, നമ്മൾ എത്ര പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര നന്മയുള്ളവനാണെന്ന് പറഞ്ഞാലും, മറ്റുള്ളവരുമ്പോൾ എങ്ങനെ നമ്മൾ അഭിനയിച്ച് ജീവിച്ചാലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവമായ കർത്താവാണ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നത്, നമ്മുടെ ആത്മാക്കളെ തൂക്കി നോക്കി ഏറ്റക്കുറച്ചിലുകൾ വിലയിരുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യും. ദാനിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചില്ലേ 12-ാം അധ്യായത്തിൽ നിന്ന് 10-ാം വാക്യത്തിൽ, പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും, ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല, എന്നാൽ ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ചിലർക്ക് ദൈവം ഇത് അടച്ചു വച്ചിരിക്കും, ചിലർക്ക് ദൈവം തുറന്നു കൊടുക്കും. ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ ദുഷ്ടതയിൽ തന്നെ തുടരേണ്ടതിന് നീതിമാർഗത്തെക്കുറിച്ചോ വിശുദ്ധിയുടെ മാർഗത്തെക്കുറിച്ചോ അവനൊരു തിരിച്ചറിവ് വരാത്ത വിധത്തിൽ അവന്റെ മനസ്സിനെ കുരുടാക്കി ഇരുട്ടാക്കി വെച്ചുകൊണ്ട്, ദൈവത്തിന് അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, ദൈവത്തിന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ആരും നശിച്ചു പോകണമെന്ന്. പക്ഷേ അതിൽ നിന്നും പിന്തിരിയാത്തിടത്തോളം കാലം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വതന്ത്രാധികാരം തന്നിരിക്കെ ഏത് വിതയ്ക്കണം, ഏതിനെ നട്ടു വളർത്തണം എന്നൊക്കെ നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം തന്നെയാണ് അതിൻ്റെ ഫലമെടുക്കേണ്ടത്. അതുകൊണ്ട് ജഡത്തിൽ നാം വിതയ്ക്കുകയാണെങ്കിൽ ജഡത്തിൽ നിന്ന് നാശത്തെ കൊയ്യും. ആത്മാവിലാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ, ആത്മാവിൻ്റെ ഫലമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നിത്യജീവനാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ആത്മാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനെ കൊയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി അനീതി ചെയ്യുന്നവനും അഴുക്കുള്ളവനും ഉള്ളപ്പോൾ തന്നെ നീതിമാന്മാരുമുണ്ട് വിശുദ്ധന്മാരുമുണ്ട്. അത് നമുക്ക് ദൈവം തന്നെ അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, എങ്ങനെ സംഭവിക്കും? കുടുംബത്തിലായാലും മറ്റ് ഏത് സംഘടനയിലായാലും ദൈവത്തിൻ്റെ സഭയിലായാലും എന്തുണ്ടാകും? ഇവർ തമ്മിലുള്ള അന്തരങ്ങൾ മൂലം പല പ്രശ്നങ്ങളുണ്ടാകും. ഒരു കൂട്ടര് ആത്മാവിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നു, മറ്റൊരു കൂട്ടരോ ജഡിക പ്രവണത വിധിച്ച് ദൈവത്തിനെതിനായിട്ടുള്ള, ദൈവത്തെ അവഗണിച്ചുകൊണ്ടുള്ള സ്വഭാവത്തിൽ ജീവിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുക, ഇതില് വിരുദ്ധം അല്ലെങ്കിൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആരാണ് തീർച്ചയായും ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക? ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നുള്ള ആൾക്കാരാണല്ലോ. നമ്മൾ മദ്യപാനമൊക്കെ നിർത്തി കഞ്ചാവ് മറ്റുള്ള മയക്കുമരുന്നുകളൊക്കെ അതിൻ്റെ ദൂഷ്യ സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് നമ്മൾ വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കുക. അപ്പം നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുമോ? പെട്ടെന്ന് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? അവരുടെ ദുർനടപ്പിൻ്റെ ആ രീതി നാം പിന്തുടരത്തോടത്തോളം കാലം, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി വരുമ്പോൾ കഞ്ചാവും കള്ളും ബീഡിയും സിനിമ മറ്റുള്ള വെറിക്കൂത്തുകളിലൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ അവരിൽ നിന്നും മാറി വ്യത്യസ്തമായ ഒരു ജീവിത രീതി ഞാൻ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരൊക്കെ പലപ്പോഴും പല വിധത്തിലും പ്രലോഭനത്തിലൂടെ എന്നെ അതിലേക്ക് വലിച്ചിഴക്കാൻ നോക്കി, അവരുടെ കൂട്ടത്തിലേക്ക്. പക്ഷെ ഞാൻ അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നില്ല എന്നതുകൊണ്ട് അവരെന്നെ ദൂഷിക്കാൻ തുടങ്ങി. ഓ, നീ മെൻ്റലുള്ള ആൾക്കാരുടെ കൂടെ പോണേ, ധ്യാനത്തിന് പോണവർക്കൊക്കെ മെൻ്റലാ. അവരെന്ത് ചെയ്യും? അവരെപ്പോഴും പ്രാർത്ഥനയും പാട്ടും വീഡിയോയിലില്ല, കള്ളൂടിയില്ല, ഒരു സുഖം അവർക്കില്ല, ജീവിതത്തിലൊരു സുഖമില്ല, എന്തൊരു ജീവിതം അതെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും, കളിയാക്കും. അപ്പൊ തീർച്ചയായും ഇത് നമുക്കൊരു മാനസികമായ പ്രയാസം ഉണ്ടാക്കുമോ? നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെയും ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ഉപദ്രവം തന്നെയത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളവർ വെറുക്കുന്നില്ല, നമ്മളവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരിൽ നിന്നുള്ള വാക്കുകൾ നമുക്ക് ഉപദ്രവകരമായി തീർന്നേക്കാം. അതാണ് സത്യം. ഇത് തീർച്ചയായും പറയപ്പെടുന്നു. ഇങ്ങനെ നീതിയിൽ തുടരുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ അനീതിയിൽ തുടരുന്നവരിൽ നിന്നും അശുദ്ധിയിൽ തുടരുന്നവരിൽ നിന്നും ചിലപ്പോൾ ചില ഉപദ്രവങ്ങൾ നേരിട്ടേക്കാം. ഗലാത്യ ലേഖനം ആ ഒരു അവസ്ഥ വളരെ ശുഭകരമായ നല്ലൊരു അവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വേർതിരിവ് ഉണ്ടാകും, പക്ഷെ ആ വേർതിരിവ് ചില ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അന്ന് ജഡപ്രകാരം ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ
രണ്ട് മക്കളായിരിക്കുന്ന, രണ്ട് മക്കളല്ല വേറെയും മക്കള് അബ്രഹാമിനുണ്ട്. തൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാറിൽ നിന്നും ജനിച്ചവനായ ഇസ്മായേലിനെയാണ് ജഡപ്രകാരം ജനിച്ചവൻ എന്ന് പറയുന്നത്. എന്നാൽ ആത്മപ്രകാരം ജനിച്ചവൻ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയായ സാറായിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം, ദൈവിക പദ്ധതി പ്രകാരം ജനിച്ച മകനാണ് ഇസഹാക്ക്. അങ്ങനെ ഇസ്മായേലിൽ നിന്നും ഇസഹാക്കിന് ഉപദ്രവം ഉണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അപ്പൊ അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് എന്തായിരിക്കാം സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 8 വാക്യം മുതൽ. പൈതൽ വളർന്ന് മുലകുടി മാറി. ആര്? ഇസ്ഹാക്ക് വളർന്ന് മുലകുടി മാറി. ഇസാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു അബ്രഹാമിനോട്. മതി. മിസ്രൈമ്യദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ, അതായത് ഇസ്മായേൽ, പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്. സാറയ്ക്ക് ഇത് വളരെ അസഹ്യമായി തീർന്നു. ആരുടെ പരിഹാസം? ഇസ്മായേലിന്റെ പരിഹാസം വളരെ അസഹ്യമായി തോന്നി. ഇസ്മായേല് പരിഹസിച്ചോ? ഇസ്മായേല് എന്തായാലും ഉപദ്രവം ചെയ്തു. അവൻ്റെ സ്വഭാവം തന്നെ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ്റെ അമ്മയായ ഹാഗാറിന് നൽകിയ വാഗ്ദത്തത്തിൽ ദൈവം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. 16 അധ്യായം അതിൻ്റെ 12 വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഉൽപ്പത്തി 16:12. അവൻ കാട്ടുകഴുതയെ പോലുള്ള 11 മുതൽ. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളിച്ചെയ്തു. എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്നുള്ളതിന് നമുക്ക് POCയിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്താണ് POC എന്ന് വായിച്ചോട്ടെ. അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും. അതുകൊണ്ട് ഇസ്ഹാക്കിന് നേരെ ഉള്ള ഇസ്മായേലിന്റെ പ്രവൃത്തി, പെരുമാറ്റം നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിഹസിച്ചുണ്ടാകാം എന്ന് പറയുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്? ചില തർജ്ജമകൾ വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സംഭവം നടന്നിട്ടില്ല. അവൻ ഇസ്ഹാക്കും ഇസ്മായേലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറാക്ക് ഇങ്ങനെ തോന്നി, എന്താണ്, എൻ്റെ മകനോടുകൂടെ ഇസ്മായേൽ അവകാശം പ്രാപിക്കാതിരിക്കേണ്ടതിന് ദാസിയെയും മകനെയും പുറത്താക്കാനാണ് സാറ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് പല തർജ്ജമകളും വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഇസ്മായേലിൻ്റെ അമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ ഹാഗാര് സാറയുടെ ദാസിയായിരുന്നല്ലോ. ഈ ഹാഗാറിന് അബ്രഹാമിൽ നിന്ന് മകനുണ്ടാകാനുള്ള കാരണം സാറായി തന്നെയാണ്. എനിക്ക് വേണ്ടി അവൾക്കിലൂടെ ഒരു പുത്രനെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു. ആര് കൊടുത്തു? സാറായി കൊടുത്തു. അങ്ങനെ സാറായി താൻ ഗർഭം ധരിച്ചു. 4 വാക്യം, 16 അധ്യായം 4 വാക്യം ഉൽപ്പത്തി. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. ആര്? അബ്രഹാം ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ താൻ ഗർഭം ധരിച്ചു എന്ന് ഹാഗാർ കണ്ടപ്പോൾ യജമാനത്തെ അവളുടെ കണ്ണിന് നിന്ദിതയായി. നിനക്ക് ഗർഭം ധരിക്കാൻ പറ്റിയ? ഇത്രയും വയസ്സായിട്ട് ഞാനല്ല ഗർഭം ധരിച്ചത്. നീ യജമാനൻ എന്ന് വിളിക്കുന്ന നിന്റെ അബ്രഹാമിൽ നിന്നും നിനക്കൊരു പുത്രനെയെങ്കിലും പുത്രിയെങ്കിലും ഗർഭം ധരിക്കാൻ നിനക്ക് സാധിച്ചോ? അവനൊരു പിന്മുറക്കാരനെ ഉണ്ടാക്കി കൊടുക്കുവാൻ നിനക്ക് സാധിച്ചോ? എന്നാൽ എനിക്കാണ് അതിന് ഭാഗ്യമുണ്ടായത്. തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവൾ എഴുതിയിട്ടില്ല. പക്ഷേ തൻ്റെ കണ്ണിന് തൻ്റെ യജമാനത്തി നിന്ദിതയായി.
നിന്ന വാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവൾ അഹങ്കാരിയായി, മറ്റുള്ളവർ നിന്ദിതയായി. ഈ അമ്മയുടെ മോനല്ലേ ആര്? ഇസ്മായേൽ. അപ്പൊ ഇസ്മായേലിന്റെ സ്വഭാവത്തെക്കുറിച്ചല്ലേ അവൻ ജനിക്കുന്നതിന് മുമ്പ് യഹോവ ഹാഗാറിനോട് പറഞ്ഞത്? തീർച്ചയായും അന്ന് ഇസ്മായേലിലൂടെ ഇസഹാക്ക് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടാകും. അന്ന് ജഡപ്രകാരം ജനിച്ച ഇസ്മായേൽ വാഗ്ദത്തപ്രകാരം ജനിച്ച ഇസഹാക്കിനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഇത് മറ്റൊരർത്ഥത്തിലേക്കാണ് ഇതിന് വിരലിച്ചുകൊണ്ട്, മറ്റൊരർത്ഥത്തിലേക്ക്. ജഡപ്രകാരം രാംദാസ് എന്ന വ്യക്തി ജഡപ്രകാരം ജനിച്ചവനാണ്, അല്ലെ? പക്ഷെ ഞാൻ ദൈവത്തിൽ ജനിച്ച ഒരു വ്യക്തിത്വം കൂടെ എനിക്കുണ്ടല്ലേ. ഞാൻ വീണ്ടും ജനിച്ചവനാണെന്നുള്ളൊരു വ്യക്തിത്വം കൂടി എനിക്കുണ്ട്. ശരിക്കും രണ്ട് വ്യക്തിത്വം ഉണ്ടാവാൻ പാടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിത്വം മാത്രമേ എന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ എനിക്ക് എന്തുണ്ട്? രാംദാസ് എന്ന വിളക്കത്തറ ശശിധരനിൽ നിന്ന് ജനിച്ച രാംദാസ് എന്നൊരു വ്യക്തി ഉണ്ട്. അതോടൊപ്പം തന്നെ ആരുണ്ട്? വാഗ്ദത്തത്വ പ്രകാരം ക്രിസ്തുയേശുവിൽ ജനിച്ച ഒരു ദൈവമകൻ എന്ന ഒരു വ്യക്തിത്വവും എനിക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തെ ആകർഷിക്കുവാൻ ആർക്ക് സാധിക്കും? ആരെയാണ് ലോകത്തിന് ആകർഷിക്കാൻ സാധിക്കുക? രാംദാസ് എന്ന വ്യക്തിയെയാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ സാധിക്കുക. രാംദാസിലുള്ള ദൈവമകൻ എന്ന വ്യക്തിയെ ലോകത്തിന് ആകർഷിക്കാൻ സാധിക്കില്ല. കാരണം സത്യത്തിന്റെ മാർഗത്തിൽ തുടരുന്നതുകൊണ്ട് അവൻ ആകർഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ശാരീരികമായി ജനിച്ച എന്നെ ആകർഷിച്ച് ആകർഷവലയത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ തീർച്ചയായും ഞെരുങ്ങുന്നത് ആരാണ്? തീർച്ചയായും ഞെരുങ്ങുന്നത് എന്നിലുള്ള വാഗ്ദത്തപ്രകാരം ജനിച്ച ദൈവമകൻ എന്നുള്ള അവസ്ഥയാണ് ശരിക്കും ഞെരുങ്ങാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സ്വാധീനമാർക്കാ? സ്വാധീനം വിളക്കത്തറ ശശിധരൻ രാംദാസനാ. കാരണം ലോകം അംഗീകരിച്ചവൻ. മറ്റു ലോകം അംഗീകരിക്കുമോ? ദൈവത്തിലും ജനിക്കുക, വീണ്ടും ജനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസം ഉണ്ടാവും. അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജഡിക പ്രകാരം ജനിച്ച രാംദാസിന് ഉണ്ടാകുന്ന ജഡിക പ്രവണതകൾ ആരെ ദോഷം ചെയ്യാൻ? ആർക്ക് ദോഷം ചെയ്യും? ദൈവത്തിൽ നിന്ന് ജനിച്ച വീണ്ടും ജനിച്ച ആ വ്യക്തിത്വത്തിന് ദോഷം ചെയ്യും, അല്ലെ? ഇപ്പൊ എനിക്ക് നുണ പറയാൻ തോന്നണ്. അപ്പൊ രാംദാസ് എന്ന വ്യക്തി നുണ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയണ്, ഇത് നിന്റെ വ്യക്തിത്വത്തിന് ഇത് യോജിച്ചതല്ല രാംദാസെ, നീ നുണ പറയരുത്. പക്ഷെ നുണ പറഞ്ഞാലാണ് എനിക്ക് നിലനിൽപ്പുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം കിട്ടണമെങ്കിൽ നുണ പറഞ്ഞാലേ നിലനിൽപ്പുള്ളതുകൊണ്ട് ഈ ലോകത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ നുണ പറയും. പക്ഷെ ദൈവം അംഗീകരിക്കുമോ? ദൈവം അംഗീകരിക്കില്ല, ദൈവാത്മാവും അംഗീകരിക്കില്ല എന്നതുകൊണ്ട് എന്തു ചെയ്യും? ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ഞാൻ ഞെരുങ്ങും. അങ്ങനെ എന്നിൽ തന്നെയുള്ള ഈ ജഡീക മനുഷ്യൻ എന്നിലുണ്ട്, അതേസമയം ആത്മീക മനുഷ്യനും എന്നിലുണ്ട്. ഇപ്പോഴത്തെ കാര്യം പറയണേ, ഇത് ആത്മീയ മനുഷ്യനാണ്, അവനാണ് ഭരിക്കേണ്ടത്, അവനാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഈ ജഡം എന്നിൽ ഉള്ളിടത്തോളം കാലം ഈ ജഡിക മനുഷ്യനും എന്നിലുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഈ ജഡിക മനുഷ്യൻ്റെ പ്രവണതകളെ, എൻ്റെ ഈ ആത്മീയ മനുഷ്യൻ്റെ പ്രവണതകളെ ഞെരുക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ലോകത്തോട് ചേരുവാനാണ് എൻ്റെ വ്യക്തിത്വത്തിന് ഇഷ്ടം. പക്ഷെ എന്നിലുള്ള ദൈവത്വത്തിന് ഇഷ്ടം ഈ ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ്. അങ്ങനെയുള്ളൊരു ഉപദ്രവം എന്നിൽ തന്നെ എനിക്കുണ്ടാകും. അത് മറ്റുള്ളവരിൽ നിന്നല്ല എനിക്കുണ്ടാകുന്നത്, എന്നിൽ തന്നെ ഉണ്ടാകും. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എന്നെ അതിന് സമ്മതിക്കാത്ത രീതിയിലുള്ള എൻ്റെ ആ പഴയ വ്യക്തിത്വം ജഡിക പ്രവണതകളാൽ എന്നിൽ തിന്മ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഞാൻ ശരിക്കും വിഷമിക്കും. അങ്ങനെ ഒരു ഉപദ്രവം, അതിൻ്റെ ഒരു അർത്ഥം, മറ്റൊരു അർത്ഥം പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ആത്മീയ സത്യം അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ആർക്കാണ്? രാംദാസ് എന്ന വ്യക്തിക്കാണ് ദൈവത്തിൽ നിന്നുള്ള ആ ഒരു രൂപമാറ്റത്തിലേക്ക്, ആ രൂപാന്തരത്തിലേക്ക് അസാധ്യമാക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം എന്നിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിനു പകരം എന്ത് ചെയ്യണം? ജഡത്താൽ, അതായത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം, എന്നാൽ അന്ന് ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ, അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. അതേ നിവൃത്തിയുള്ളൂ. ഞാൻ എന്ന വ്യക്തിത്വത്തിനെ
ഞാൻ ഉപേക്ഷിക്കണം. ഞാനെന്ന വ്യക്തിത്വത്തിനെ പൗലോസ് പറഞ്ഞില്ലേ, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ തന്നെ ത്യജിക്കുവാൻ, എന്നെ തന്നെ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാകാത്തിടത്തോളം കാലം എനിക്ക് ഈ ഉപദ്രവം നേരിടേണ്ടി വരും. കൊരിന്ത്യ സഭയില് ഒരു ദുർനടപ്പുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ 5-ാം അധ്യായത്തില്. അവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയുമായിട്ടാണ് ശയിക്കുന്നത്, അവളുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു ദുർനടപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവസാനം പൗലോസ് 5-ാം അധ്യായത്തിന്റെ അവസാനം പറയുകയാണ്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുക. 5-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം വായിച്ചോട്ടെ. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. എന്താണ് അത് പറയാൻ കാരണം? ഒരൽപ്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. പുളിപ്പില്ലാത്ത ഒരപ്പം ദൈവത്തിന് യാഗമായി അർപ്പിക്കേണ്ടതിന് പകരം ഒരൽപ്പം പുളിപ്പ് ഉള്ളിൽ കടന്നാൽ ആ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. ഒരു ചത്ത ഈച്ച എത്ര സൗരഭ്യമുള്ള തൈലക്കൂട്ടാണെങ്കിലും ചത്ത ഈച്ച ചീഞ്ഞു കഴിഞ്ഞാൽ ആ തൈലത്തിന്റെ മണം, സ്വാഭാവികമായ മണം മാറിക്കൊണ്ട് അത് ദുർഗന്ധമായി തീരും. ഒരു ആത്മീയ മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ആത്മീയ നന്മകളും ആത്മീയ സ്വഭാവങ്ങളും എന്നിൽ ഉണ്ടെങ്കിലും ഒരു ജഡീക പ്രവണത എൻ്റെ ആത്മീയ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു ജഡീക പ്രവണത എന്നിലുണ്ടെങ്കിൽ എൻ്റെ ആത്മീയതയെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീതിമാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധിക്കട്ടെ. പ്ലസ് പോയിന്റ്. വീഴാതെ, തകരാതെ, താഴാതെ എന്ത് ചെയ്യണം? വിശുദ്ധിയിലേക്ക്, നീതിയിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? വളരണം. ആര്? വിശുദ്ധനും നീതിമാനുമായ വ്യക്തി അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരണം എന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഈ ചെറിയൊരു ജീവിതത്തിൽ, ഞാൻ അങ്ങനെ പറയട്ടെ, ചെറിയൊരു ജീവിതം ബൈബിളിൽ പ്രസ്താവിക്കുന്ന പ്രകാരം ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നവരൊക്കെ ദീർഘായുസ്സുണ്ടായിരുന്ന ആൾക്കാരാണ്. 100 കണക്കിന് കൊല്ലങ്ങൾ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇപ്പോൾ ആയുസ് കുറഞ്ഞു വരാ മനുഷ്യൻ. 100-ൽ മേലെ വയസ്സുള്ളവരായി മരിക്കുന്നവരൊക്കെ നമുക്ക് പത്രങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാർത്തകളിലും ഒക്കെ പരസ്യമായി നമുക്കൊരു അറിയിപ്പ് പോലെ കാണാമെങ്കിലും പക്ഷെ നമ്മുടെ ജീവിതം എത്രമാത്രം നിൽക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. ഏറിയാൽ 80, 70 അല്ലെങ്കിൽ 80, 100, 110 അത്രയുള്ള ഹ്രസ്വമായ ഈ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ വിതയ്ക്കാൻ തന്നിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലമാണ്, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിനു പകരം ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ താളം തെറ്റിക്കത്തക്ക രീതിയിലുള്ള ഒരു നാശത്തിലേക്ക് നമുക്ക് അവകാശമായി ലഭിക്കാനിരിക്കുന്ന ആ നിത്യജീവൻ കൈവിട്ടു പോകും എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ആ ചെറിയത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ആ ജഡിക പ്രവണതകളിൽ 15 കൂട്ടം കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ജഡിക പ്രവണതകളെ പുറത്താക്കി കളയാം. അജഡിക പ്രവണതകളെ നമുക്ക് പുറത്താക്കി കളയാം. എന്നിട്ട് ക്രിസ്തുവിനായി, അവൻ്റെ രാജ്യത്തിനായി പാട്ടുപാടിയതുപോലെ നിർമ്മലയായ ഒരു മണവാട്ടിയെ പോലെ അവൻ്റെ വരവിനായി നമുക്ക് നമ്മെ നിർമ്മലീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലും അന്തം കിട്ടില്ല, ഒരു എത്തുംപിടുത്തം കിട്ടില്ല. നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ എനിക്ക് തോന്നുന്നത് ദൈവത്തിന് അങ്ങനെ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറഞ്ഞത്. അഴുക്കുള്ളവൻ അഴുക്കിൽ തുടർന്നോട്ടെ, നീ നീതി ചെയ്യണം, നീ വിശുദ്ധനായി ജീവിക്കണം, നിന്റെ വിശുദ്ധിയിലും നിന്റെ നീതിയിലും തുടരുക. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തക്ക സമയത്ത് എന്തു കൊയ്യാൻ സാധിക്കും? നിത്യജീവനെ കൊയ്യാൻ നമുക്ക് സാധിക്കും. ആ നിത്യജീവൻ എന്ന ആ വിളവായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിളനിലം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുത്തുകൊണ്ട് ദൈവിക സ്വഭാവമുള്ളവരായി ജീവിച്ചുകൊണ്ട് ആ വാഗ്ദത്തം അവകാശമാക്കാം. അതിനായിട്ട് ഈ സഭയിലുള്ള എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ.